നമസ്കാരം. ടൈറ്റാനിക്, അവതാർ തുടങ്ങിയ വമ്പൻ ഹോളിവുഡ് സിനിമകളുടെ നിർമ്മാതാവായ ജോൺ ലാൻഡോ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ഒരു വർഷത്തിലേറെയായി അർബുദത്തിന് ചികിത്സയിലായിരുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 4 സിനിമകളിൽ 3 നിർമ്മിച്ചിരിക്കുന്നത് ജോൺ ലാൻഡോയാണ്. സംവിധായകൻ ജെയിംസ് കാമറൂണുമായുള്ള കൂട്ടുകെട്ടിലൂടെ മികച്ച സിനിമകളാണ് ജോൺ ലാൻഡോ ലോകത്തിന് സമ്മാനിച്ചത്. ജോൺ ലാൻഡോ തനിക്കൊരു നല്ല സുഹൃത്തായിരുന്നുവെന്നും തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നഷ്ടമായതെന്നും ജെയിംസ് കാമറൂൺ പ്രതികരിച്ചു. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ നർമ്മം, വ്യക്തിപരമായ ആകർഷണീയത, തീക്ഷ്ണത തുടങ്ങിയവ നമ്മുടെ അവതാർ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രബിന്ദുവായി ഏകദേശം 2 പതിറ്റാണ്ടുകളായി നിലകൊള്ളും. അദ്ദേഹത്തിൻ്റെ പൈതൃകം അദ്ദേഹം നിർമ്മിച്ച സിനിമകൾ മാത്രമല്ല, അദ്ദേഹം സ്ഥാപിച്ച വ്യക്തിപരമായ മാതൃകയാണെന്നും കാമറൂൺ പറഞ്ഞു. ചലച്ചിത്ര നിർമ്മാതാവിൻ്റെ മകനായി ന്യൂയോർക്കിൽ ജനിച്ച അദ്ദേഹം പിതാവിൻ്റെ പാത പിന്തുടരുകയായിരുന്നു. 1980കളിൽ പ്രൊഡക്ഷൻ മാനേജറായി. 29-ാം വയസ്സിൽ 20th സെഞ്ച്വറി ഫോക്സ് ഫീച്ചേഴ്സ് സിനിമാ വിഭാഗത്തിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായി. ഹോം എലോൺ, ട്രൂ ലൈസ് തുടങ്ങിയ ഹിറ്റ് പടങ്ങളുടെ നിർമ്മാണ മേൽനോട്ടം വഹിച്ചതും അക്കാലത്താണ്. ആഗോളതലത്തിൽ $10 ലക്ഷം വാരിക്കൂട്ടുന്ന ആദ്യ ചിത്രമായി തീർന്ന ടൈറ്റാനിക്കിന് പിന്നാലെ അവതാറും അതിൻ്റെ തുടർഭാഗമായ അവതാർ ദ വേ ഓഫ് വാട്ടറും ലാൻഡോയുടെ പ്രശസ്തിക്ക് മാറ്റുകൂട്ടി. അവതാർ ബോക്സ് ഓഫീസ് വരുമാനത്തിൽ ലോക റെക്കോർഡിട്ട ചിത്രമാണ്. 14 ഓസ്കാർ നാമനിർദ്ദേശങ്ങൾ ലഭിച്ച ടൈറ്റാനിക് മികച്ച ചിത്രം ഉൾപ്പെടെ 11 പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിരുന്നു. എന്നിൽ നിന്ന് ഒരു ഭാഗം ചീന്തിയെടുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് 3 പതിറ്റാണ്ടിലേറെ നീണ്ട സൗഹൃദം സ്മരിച്ച് കാമറൂൺ കുറിച്ചത്. അവതാറിൽ ഒരു സുപ്രധാന വേഷത്തിലെത്തിയ നടി സോ സാൽദാനയും ലാൻഡോയെ അനുസ്മരിച്ചു. നിങ്ങളുടെ ജ്ഞാനവും പിന്തുണയുമാണ് ഞങ്ങളിൽ പലരെയും രൂപപ്പെടുത്തിയത്. ഞങ്ങളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. നിങ്ങളുടെ പൈതൃകം ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും ഞങ്ങളുടെ യാത്രയിൽ നയിക്കുകയും ചെയ്യുമെന്ന് സാൽദാന ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ജൂലിയാണ് ജോൺ ലാൻഡോയുടെ ഭാര്യ. ജാമി, ജോഡി എന്നിവരാണ് ലാൻഡോയുടെ മക്കൾ.